നമസ്കാരം. ജീവനക്കാരുടെ വൻ പിരിച്ചുവിടൽ പ്രഖ്യാപിച്ച് അമേരിക്കൻ ഫിൻടെക് കമ്പനി ബ്ലോക്ക്. 4000-ഓളം ജീവനക്കാർക്ക് ജോലി നഷ്ടമാകുമെന്നാണ് വിവരം. ട്വിറ്റർ മുൻ മേധാവി ജാക്ക് ഡോർസിയുടെ ഉടമസ്ഥതയിലുള്ള ഫിൻടെക് കമ്പനിയാണ് ബ്ലോക്ക്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റമാണ് ഇത്രയും വലിയ പിരിച്ചുവിടലിലേക്ക് കമ്പനിയെ നയിച്ച് പ്രധാന ഘടകങ്ങളിലൊന്ന് എന്നാണ് വിശദീകരണം. മനുഷ്യർ ചെയ്തിരുന്ന പല ജോലികളും AI ടൂളുകൾ ഉപയോഗിച്ച് കൂടുതൽ വേഗത്തിലും കൃത്യതയോടും കൂടി ചെയ്യാമെന്ന് കമ്പനി വിലയിരുത്തുന്നു. കമ്പനി നല്ല ലാഭത്തിലാണെങ്കിലും പുതിയ കാലത്ത് ആളുകളെ വെട്ടിക്കുറച്ചേ പറ്റുമെന്ന് ജാക്ക് വ്യക്തമാക്കി. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കാടുകുറ്റി അന്നനാട്ടിൽ വീടിന് തീപിടിച്ചു. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. ഇന്ന് രാവിലെ 9:30 അന്നനാട് പള്ളിക്കടുത്ത് തടത്തിൽ വീട്ടിൽ TV ഗോപിയുടെ വീടിനാണ് തീപിടിച്ചത്. LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് അന്നമനടയിൽ തുടക്കമായി. ജാഥ ക്യാപ്റ്റനും കൊടുങ്ങല്ലൂർ MLA-യുമായ VR സുനിൽകുമാറിന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പതാക കൈമാറി. ഉദ്ഘാടനം നിർവഹിച്ചു. കനകമല കുരിശുമുടി കയറുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട തീർത്ഥാടകൻ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരിച്ചു. കൊടകര പന്തല്ലൂക്കാരൻ ലോനപ്പനാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കാടുകുറ്റി അന്നനാട്ടിൽ വീടിന് തീപിടിച്ചു. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. ഇന്ന് രാവിലെ 9:30 അന്നനാട് പള്ളിക്കടുത്ത് തടത്തിൽ വീട്ടിൽ TV ഗോപിയുടെ വീടിനാണ് തീപിടിച്ചത്. സംഭവം അറിഞ്ഞ് ചാലക്കുടി ഫയർ സ്റ്റേഷൻ ഓഫീസർ B രാജേഷ് കുമാറിന്റെയും PO വർഗീസിന്റെയും നേതൃത്വത്തിൽ സേനാംഗങ്ങളായ A ഷഹാർ, രജു AV, ശ്യാം മോഹൻ, അരുൺ SV, അനിൽ മോഹൻ, ഗിരീഷ് കുമാർ, നിഖിൽ കൃഷ്ണൻ, മിഥുൻ PS, മോഹനൻ KP, KK അബൂബക്കർ എന്നിവർ ചേർന്നാണ് തീയണച്ചത്. കാലപ്പഴക്കമുള്ള പഴയ മച്ചുള്ള ഓടുമേഞ്ഞ ഇരുനില വീടാണ് കത്തിയത്. ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നില്ല. പഴയ കെട്ടിടമായതിനാലും മരം കൊണ്ടുള്ള മച്ചിന് തീ പിടിച്ചതിനാലും കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമായിരുന്നു. ഇത് അഗ്നിരക്ഷാസേനയ്ക്ക് തീയണയ്ക്കുന്നതിൽ വെല്ലുവിളി ഉയർത്തി. നിലവിൽ കെട്ടിടം അപകടാവസ്ഥയിലാണ്. LDF സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് അന്നമനടയിൽ തുടക്കമായി. ചടങ്ങിൽ ജാഥ ക്യാപ്റ്റനും കൊടുങ്ങല്ലൂർ MLA-യുമായ VR സുനിൽകുമാറിന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പതാക കൈമാറി. ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ദിവസവും 3 നേരം പത്രസമ്മേളനമാണല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് VD സതീശനാവട്ടെ, KPCCയുടെ പ്രസിഡന്റ് ആവട്ടെ, സാക്ഷാൽ രാഹുൽ ഗാന്ധി ആവട്ടെ മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല, പ്രക്ഷോഭം നടത്തുന്നില്ല. കോൺഗ്രസിന് ഡൽഹിയിൽ സമരം നടത്താൻ ആളെ കിട്ടുന്നില്ല എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും കോൺഗ്രസ് ഉണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു പാർട്ടി ആ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോടുള്ള പ്രതികരണം എന്ത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുമ്പോഴാണ്. LDF പഞ്ചായത്ത് കൺവീനർ മിനിത ബാബു അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ, മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ്, കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KM മുസ്താഖലി എന്നിവർ സംസാരിച്ചു. CPI മണ്ഡലം പ്രസിഡന്റ് MR അപ്പുക്കുട്ടൻ, ശിവൻ കരിയത്ത് പറമ്പിൽ, അഡ്വക്കേറ്റ് TP അരുൺ മേനോൻ, ബിനിൽ പ്രതാപൻ, ഡേവിസ് കണ്ണമ്പിളി, ക്ലിഫി കളപ്പറമ്പത്ത്, വേണു വെണ്ണറ, TK സതീശൻ, ശ്യാമള അയ്യപ്പൻ തുടങ്ങിയവരും സമ്മേളനത്തിന് നേതൃത്വം നൽകി. കനകമല കുരിശുമുടി കയറുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട തീർത്ഥാടകൻ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരിച്ചു. കൊടകരയിലെ റൈസ് ആൻഡ് ഓയിൽ മിൽ ഉടമയും പന്തല്ലൂക്കാരൻ ഫ്രാൻസിസിന്റെ മകനുമായ ലോനപ്പനാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 6:30 കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മല കയറുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പൂപ്പത്തിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM ലോക്കൽ സെക്രട്ടറി KP ഹരി ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AM ഹക്കീം അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PV അരുൺ, ഉണ്ണിമിക്, MV ദിലീപ് എന്നിവർ സംസാരിച്ചു. വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുമെന്ന് കാണുമ്പോൾ അതിനെ തടയിടാനായിട്ട് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും കോൺഗ്രസും BJPയും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിൽ നേടുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടതാണ്.
ആ തരത്തിലുള്ള ഒരു മുന്നൊരുക്കമെന്ന നിലയിൽ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെയെല്ലാം ചർച്ചകൾ മാറ്റിമറിച്ചുകൊണ്ട് ഈ നാട്ടിൽ സമാധാനം നിലനിൽക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ അക്രമം അഴിച്ചുവിടുന്നതിന് KICക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം വീണ ജോർജിനെതിരെയായിട്ടുള്ള അക്രമം ഉണ്ടാകുന്നത്. പ്രതിഷേധ പ്രകടനത്തിന് KR സൂരജ്, CN മല്ലിക, AS ഗിരീശൻ എന്നിവർ നേതൃത്വം നൽകി. മാള മെഡ്സ് കോളേജ് സംഘടിപ്പിച്ച 2 ദിവസത്തെ കലാമേള രുദ്ര 2026 സമാപിച്ചു. സമാപന ദിവസം കോളേജ് ഡേ 2K26 വിപുലമായ പരിപാടികളോടെ മെഡ്സ് ക്യാമ്പസിൽ നടന്നു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഇന്ന് പറയുന്ന ടീച്ചർ എന്ന പദം സംസ്കൃതത്തിൽ ഗുരു എന്ന് പറയുന്ന പദത്തോടൊപ്പം നിർത്താൻ പറ്റുന്ന ഒന്നല്ല, ആർക്കും കിട്ടുകയുമില്ല. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ ഒഴിവാക്കുന്ന നമ്മുടെ അധ്യാപകർ നമുക്ക് പകർന്നു തരുന്ന വെളിച്ചം, അതാണ് നമ്മൾക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള വഴി. ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മളെ വിദ്യാഭ്യാസം, എന്താണ് എഡ്യൂക്കേഷൻ്റെ മൗലികത എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇക്കാലത്ത് നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ കൊണ്ട് നേടുന്നത്, എന്താണ് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ നേടേണ്ടത്, ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പത്രത്തിലും TV-യിലും ഒക്കെ നമ്മൾ കാണാവുന്നതാണ്, എല്ലാത്തിലും A+ വാങ്ങുന്ന കുട്ടികൾ. A+ നല്ലതാണ്, എല്ലാവരും പഠിക്കണം, എല്ലാവർക്കും A+ കിട്ടണം. പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നവരായി തീരുന്ന ഒരു കാഴ്ച നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ A+കൾ ജീവിതത്തിൻ്റെ സമസ്യകളെ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ നമുക്ക് തരുന്ന ഊർജവും ആർജവുമാണ് നമ്മുടെ വിദ്യ, നമ്മൾ അഭ്യസിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടേണ്ട നമ്മളുടെ ശക്തി. അപ്പോൾ ഗുരു പകർന്നു തരുന്ന വെളിച്ചം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയുള്ള വെളിച്ചമാണ് നമ്മൾക്കുള്ളത്. ചെയർമാൻ ഷാജു ആന്റണി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ അംബികാദേവിയമ്മ, പ്രൊഫസർ KN രമേശ്, CEO അഡ്വക്കേറ്റ് ജോർജ് കോലഞ്ചേരി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കോളേജ് മാഗസിൻ പ്രകാശനവും വിവിധ അക്കാദമിക കായിക കലാമത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും നടന്നു. പുത്തഞ്ചിറ തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് സമാപനമായി. അവസാന ദിവസം രാവിലെ ആറാട്ട്, കൊടിക്കൽപ്പറ, ആറാട്ട് സദ്യ എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാടുകുറ്റി അന്നനാട്ടിൽ വീടിന് തീപിടിച്ചു. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. ഇന്ന് രാവിലെ 9:30 അന്നനാട് പള്ളിക്കടുത്ത് തടത്തിൽ വീട്ടിൽ TV ഗോപിയുടെ വീടിനാണ് തീപിടിച്ചത്. LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് അന്നമനടയിൽ തുടക്കമായി. ജാഥ ക്യാപ്റ്റനും കൊടുങ്ങല്ലൂർ MLA-യുമായ VR സുനിൽകുമാറിന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പതാക കൈമാറി. ഉദ്ഘാടനം നിർവഹിച്ചു. കനകമല കുരിശുമുടി കയറുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട തീർത്ഥാടകൻ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരിച്ചു. കൊടകര പന്തല്ലൂക്കാരൻ ലോനപ്പനാണ് മരിച്ചത്. ന്യൂസ് 10 സമാപിച്ചു. നമസ്കാരം.